എല്ലാവരും സുഖമല്ലേ? ഇന്ന് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയാണ് സദ്യക്ക്. ഇതിനു വേണ്ടി നല്ല പഴുത്ത മധുരമുള്ള പൈനാപ്പിൾ എടുക്കാൻ നോക്കുക. കട്ടിയുള്ള പൈനാപ്പിൾ ആണെങ്കിൽ കുറച്ച് പുളിപ്പ് കൂടുതലുണ്ടാവും. അതിന് ലാസ്റ്റ് വേവിക്കുമ്പോൾ പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ടിൻഡ് പൈനാപ്പിളാണ്. ഇത് ഓൾറെഡി ഷുഗർ സിറപ്പിൽ ഇട്ടത് കാരണം നല്ല മധുരം ഉണ്ടാവും, നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വേറെ വേണ്ടത് ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടാണ്. ഫ്രഷ് തേങ്ങയാണെങ്കിൽ 1 കപ്പ് എടുത്തോ. പിന്നെ ഒരു 4-5 പച്ചമുളക് വേണം. ചുവന്ന മുളകായാലും സാരില്ല. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കടുക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, വറുത്തിടാൻ വേണ്ടിയിട്ട് കായമുളക്, ഇത് ഞാൻ കാന്താരി മുളക് എടുത്തത്, ഒരു വലിയ കപ്പ് പുളിയുള്ള തൈര്. പിന്നെ ടിൻ പൈനാപ്പിൾ എടുത്തിട്ട് നോക്കുമ്പം അത് സ്ലൈസ് ചെയ്ത പീസാണ് എനിക്ക് കിട്ടിയത്. ചെറിയ ക്യൂബ്സ് ആയിട്ടും മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഒരു ഫുൾ പൈനാപ്പിളിൻ്റെ അളവിലാണ് ഇതിനകത്തിട്ടിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ഐറ്റംസ് എല്ലാം സദ്യയൊക്കെ ഉണ്ടാക്കുമ്പം പൈനാപ്പിളിനെ ക്ലീൻ ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വേ ആണ്. ഈ തിക്നെസ്സിൽ തന്നെ അത് ഉണ്ടാവും. നമുക്ക് ഈ തിക്നെസ് തന്നെയാണ് വേണ്ടത്. ചെറുതായി ഇനി കട്ട് ചെയ്തെടുത്താൽ മതിയാവും. 4-5 സ്ലൈസ് ഉണ്ടായിരുന്നു അതിൽ. നമുക്കിനി അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് തനിയെ തന്നെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇനി നമുക്കത് കുറച്ച് വെള്ളവും കുറച്ച് ആ ടിന്നിലുള്ള ഷുഗർ സിറപ്പിലും ഇട്ട് വേവിച്ചെടുക്കാം. പച്ചമുളകും ഉപ്പും ആഡ് ചെയ്യാം. അത് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങയും ഇഞ്ചിയും ഒന്ന് ചതുക്കിയെടുക്കാം. വല്ലാണ്ട് പേസ്റ്റ് ആവേണ്ട, നല്ലോണം ക്രഷ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് വെന്ത് വരുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എരിവ് വേണമെങ്കിൽ പിന്നെ ഒന്നും കൂടെ പച്ചമുളക് ആഡ് ചെയ്തോ. ഇതിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. അരപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരമൊന്നും ഇട്ട് തിളപ്പിക്കരുത്. ഇപ്പം ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കാരണം കുറച്ച് ഡ്രൈ ആയിക്കോളും വേഗം. ഒരു തിള വന്നാൽ മതി. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്തിടാം. ഒന്ന് തണിയാൻ വേണ്ടി വെക്കാം. സൈഡിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് എടുത്ത് തരക്കിയെടുക്കാം. മീൻസ് അല്ലാണ്ട് പൊടിച്ച് പേസ്റ്റ് പോലെ ഒന്നും ആക്കരുത്. ആ പരിപ്പൊന്ന് ഇളകി വന്നാൽ മാത്രം മതി. കടുക് വല്ലാണ്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. എന്നിട്ട് നമുക്കത് ഈ മിക്സിലേക്ക് ഇടാം. ഓൾറെഡി ഇത് ഇളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യാം. ചൂടോടെ തൈര് ആഡ് ചെയ്യേണ്ട, ഒരിളം ചൂടിൽ തൈര് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുക്കൊന്നും ചെയ്യേണ്ട, റെഡി ആയിട്ടുണ്ട്. വെച്ചിരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഡ്രൈ ആയിക്കോളും. ഇനി മെയിനാണ് വറുത്തിടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ കടുക്, വറമുളക്, കരിവേപ്പില ഇതിട്ട് മൂപ്പിച്ചിട്ട് പച്ചടീൻ്റെ അകത്തേക്ക് ഒഴിക്കുക. റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.